ഹായ് ഹലോ അസ്സാം വലൈക്കും. നമുക്കൊരു വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ അരിഞ്ഞ് മാറ്റി വെക്കുക. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം മസാലയൊക്കെ മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ മസാലയിലിട്ട് വഴറ്റുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയാറുണ്ട്. വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇടുന്നതിന് പകരം ചിക്കൻ ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നമുക്ക് മസാലയിൽ വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചിക്കൻ്റെ ഒരു സ്മെല്ല് കുറയുന്നതായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കനിലേക്ക് ആവശ്യമായിട്ട് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ശേഷം മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കുക. ഈ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ വേവുന്ന നേരം കൊണ്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വറുക്കാൻ ആവശ്യമായി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുന്നതിനോടൊപ്പം നമുക്ക് കുറച്ച് കരിവേപ്പില, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം അഥവാ വലിയ ജീരകം എന്നിവ ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. തേങ്ങ വറക്കുന്നതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുക. അതിനുശേഷം ഒന്നും കൂടി വറുത്തെടുക്കുക. ഈ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്നതിന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ജാറിലോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അത് അരച്ചെടുക്കുക. അരച്ചെടുത്ത തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തേങ്ങാച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണിത്. മലപ്പുറം ഭാഗത്ത് കൂടുതലായിട്ട് വറുത്തരച്ച ചിക്കൻ കറി ഇങ്ങനെയാണ് വെക്കാറ്.